Welcome back, my dear students. ഇന്ന് നമ്മൾ വാങ്കാരി മത്തായിയുടെ when a sapling is planted എന്ന് പറയുന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what was the impact when the household food crops were replaced by commercial farming? ഹൗസ് ഫുഡ് ക്രോപ്സിനെ കമേഴ്ഷ്യൽ ഫാമിങ്സ് റീപ്ലേസ് ചെയ്തപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പാക്റ്റ് നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അതായത് ബയോഡൈവേഴ്സിറ്റി, അതായത് ജന്തു വൈവിധ്യത്തിനെ അത് ബാധിക്കുകയും അതുപോലെ തന്നെ ഫോറസ്റ്റിനെ, അതായത് കാടുകൾക്ക് വെള്ളം സംഭരിച്ചു വയ്ക്കാനുള്ള ഒരു ശേഷി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ശുദ്ധജലം ലഭിക്കാനുള്ള അവസ്ഥ മാറുകയും ചെയ്തു. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് ആളുകൾക്ക് അവൈലബിൾ അല്ലാത്ത രീതി വന്നു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഇൻകം ഈ നാച്ചുറലായിട്ടുള്ള ഫോറസ്റ്റിലേക്ക് പ്ലേസിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന മരത്തിൻ്റെ ഇൻകമൊന്നും അവർക്ക്, മരം ചുള്ളിക്കമ്പൊക്കെ വിറ്റും അങ്ങനെ വീണ് കിടക്കുന്ന കമ്പുകളൊക്കെ വിറ്റ് ജീവിച്ചിരുന്നു. അത് ഉപയോഗിച്ച് അവർ തീ കത്തിച്ചിട്ടാണ് അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യാറൊക്കെ ചെയ്യാറ്. അതിനുള്ള വരുമാനമൊക്കെ അവർക്ക് അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സിൽ നിന്നും ഈ കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റുകൾ. അപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടായ ഇമ്പാക്റ്റ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് അക്കോർഡിംഗ് ടു വാങ്കാരി മത്തായി ഈസ് എ പ്രൈമറി റോൾ ഓഫ് വുമൺ ഓഫ് ആഫ്രിക്ക? വാങ്കാരി മത്തായിയുടെ അഭിപ്രായ പ്രകാരം എന്താണ് വുമൺ ഓഫ് ആഫ്രിക്കയുടെ പ്രൈമറി റോൾ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ രണ്ടാമത്തെ ചോദ്യം ഉണ്ടാവും, ആവർത്തിക്കാം. വാട്ട് അക്കോർഡിംഗ് ടു വാങ്കാരി മത്തായി ഇസ് എ പ്രൈമറി റോൾ ഓഫ് വുമൺ ഓഫ് ആഫ്രിക്ക? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. വുമൺ ഓഫ് ആഫ്രിക്ക ബേസിക്കലി അവരായിരുന്നു പ്രൈമറി കെയർ ടേക്കേഴ്സ്. എവിടുത്തെ ഈ അവരുടെ ഭവനത്തിലെ പ്രൈമറി കെയർ ടേക്കേഴ്സ് വുമൺ ആയിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അവരാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. അവർ ദേ ടിൽ ദ ലാൻഡ് ആൻഡ് ഫീഡ് ദെയർ ഫാമിലീസ്. ഈ നിലം അവർ കൃഷിക്ക് യോഗ്യമായി മാറ്റുകയും കൃഷി നടത്തുകയും എന്നിട്ട് അവരുടെ കുടുംബത്തെ നോക്കുകയും കൂടി ചെയ്തിരുന്നു. ഇതൊക്കെയാണ് സ്ത്രീകൾ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം കൂടി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഒരിക്കൽ കൂടിയും ആൻസറായിട്ട് വായിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആൻസറായിട്ട് വായിച്ച് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഒരിക്കൽ കൂടി വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. അതായത് ആദ്യത്തെ ചോദ്യം ഒന്നുകൂടി വായിക്കാം, അതിൻ്റെ ഉത്തരം വായിച്ചാൽ അപ്പോൾ നിങ്ങൾക്കത് നോട്ടിൽ എഴുതിയെടുക്കാം. അപ്പോൾ നമ്മൾ എഴുതുന്നത് പോലെ നമ്മൾ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ആൻസർ എന്നുള്ള രീതിയിൽ എഴുതുക. നമ്മൾ ഹെഡിങ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ഉത്തരം എന്നുള്ള രീതിയിൽ എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഉത്തരം ഞാൻ ഒരിക്കലും വായിക്കാം. അപ്പോൾ ആ ചോദ്യം ഞാൻ വായിക്കുന്നത് മാത്രം. വാട്ട് വാസ് ദ ഇമ്പാക്ട് വെൻ ദ ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ് വർ റീപ്ലേസ്ഡ് ബൈ കമേഴ്ഷ്യൽ ഫാമിംഗ് എന്നാണ് ചോദ്യം. അതിൻ്റെ ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഉത്തരം നമുക്ക് ഓർക്ക വായിച്ച് കേൾപ്പിച്ചു തരാം. ഉത്തരം എഴുതിക്കോളൂ. ദ ഇമ്പാക്ട് വാസ് ഫാർ റീച്ചിങ്, ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇറ്റ് ഡിസ്ട്രോയിഡ് ദ ലോക്കൽ ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞു തരാം. BIO-DIVERSITY ഡൈവേഴ്സിറ്റി. അറിയാവുന്നവർക്ക് എഴുതാം, ഞാൻ ജസ്റ്റ് സ്പെല്ലിംഗ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് എബിലിറ്റി ഓഫ് ദ ഫോറസ്റ്റ് ടു കൺസേർവ് വാട്ടർ, ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് കഴിഞ്ഞ് ഫസ്റ്റ് സെൻറ്റൻസ് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ദ ഇമ്പാക്ട് വാസ് ഫാർ റീച്ചിങ്, അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇറ്റ് ഡിസ്ട്രോയിഡ് ദ ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ദ എബിലിറ്റി ഓഫ് ദ ഫോറസ്റ്റ് ടു കൺസേർവ് വാട്ടർ, അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതിയുള്ളൂ. ദ റൂറൽ പോപ്പുലേഷൻ lacked firewood, clean drinking water, balanced diet, shelter and income. സെൻറ്റൻസ് ഒരിക്കലും ആവർത്തിക്കാം. ദ റൂറൽ പോപ്പുലേഷൻ ലാക്ഡ് ഫയർവുഡ്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ബാലൻസ്ഡ് ഡയറ്റ്, ഷെൽട്ടർ ആൻഡ് ഇൻകം. റൂറൽ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശത്തിലുള്ള ഗ്രാമപ്രദേശത്തുള്ള ജനം എന്ന് മാത്രം റൂറൽ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത്.
ജനസംഖ്യ എന്നാണ് പോപ്പുലേഷൻ അർത്ഥം, പക്ഷേ ഇവിടെ റൂറൽ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത് ഗ്രാമപ്രദേശം താമസിക്കുന്ന ജനത്തെയാണ് റൂറൽ പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യം ഉത്തരം കിട്ടി. അപ്പോൾ നേരത്തെ റൂമിൽ കുറച്ച് വർക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ആളുകൾ വന്നു, അപ്പോൾ അതിൻ്റെ ശ്രദ്ധ പോയതും രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ നിങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ പറഞ്ഞു തരാനിരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോദ്യം എനിക്ക് വായിക്കാം. വാട്ട് അക്കോർഡിംഗ് ടു വങ്കാരി മത്തായി ഈസ് ദ പ്രൈമറി റോൾ ഓഫ് വുമൺ ഓഫ് ആഫ്രിക്ക? എന്താണ് സ്ത്രീകളുടെ പ്രൈമറി റോള് ആഫ്രിക്കയിൽ? അവിടുത്തെ ആഫ്രിക്കയിൽ വുമണിൻ്റെ പ്രൈമറി റോൾ എന്താണ് കുടുംബത്തിൽ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരം ഡിക്റ്റേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് ഉത്തരം എഴുതിയെടുത്തോളൂ. According to Wangari Maathai, the primary role of Africa is taking care of their families. Full stop iduka. They till the land and feed their families. They till the land and feed their families. അപ്പോൾ രണ്ട് ചോദ്യവും ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. Why did the African woman fail to meet the basic needs? എന്തുകൊണ്ടാണ് ആഫ്രിക്കയിലുള്ള സ്ത്രീകൾ അത്യാവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് അറ്റൈൻ ചെയ്യാൻ അവർക്ക് സാധിക്കാതെ പോയത് എന്നാണ് ചോദ്യം. ബേസിക്കലി ആ ബേസിക് നീഡ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നത് കമേഴ്ഷ്യൽ ഫാമിംഗ് വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരം നമുക്ക് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. ആഫ്രിക്കൻ വുമൺ പിന്നെ കമേഴ്ഷ്യൽ ഫാമിംഗ് വന്നതിന് ശേഷം അവർക്ക് ഹൗസ് ഹോൾഡ് ക്രോപ്സൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഹൗസ് ഹോൾഡ് ക്രോപ്സൊക്കെ എന്ത് സംഭവിച്ചു? ഹൗസ് ഹോൾഡ് ക്രോപ്സൊക്കെ അവർ വെട്ടി നശിപ്പിച്ചിട്ടാണല്ലോ കമേഴ്ഷ്യൽ പ്ലാന്റ്സ് വെച്ചത്. അപ്പോൾ അതിനുശേഷം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി, അതിന് ഡീഗ്രഡേഷൻ ഉണ്ടായി അവരുടെ എൻവയറോൺമെൻറ്റിനെ. അതുപോലെ തന്നെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവം ഉണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ മനസ്സിൽ അണ്ടർലൈൻ ചെയ്തോളൂ, അടിവരിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ഈ പാവപ്പെട്ട കർഷകർ ഉണ്ടാക്കുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഇല്ലേ, അതിൻ്റെ പ്രൈസ് ഇൻ്റർനാഷണൽ ട്രേഡേഴ്സാണ് പിന്നെ ഫിക്സ് ചെയ്യാൻ തുടങ്ങിയത്. അവർ ഉദ്ദേശിക്കുന്ന വില അല്ല പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡേഴ്സ് അവർ ബാർഗെയിൻ ചെയ്തിട്ട് അവരിൽ നിന്ന് വാങ്ങിയിട്ട് ഹൈ റേറ്റിനാണ് അവർ പൊതു മാർക്കറ്റിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ഇൻ്റർനാഷണൽ ട്രേഡേഴ്സ് പ്രൈസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും കാര്യമായിട്ടുള്ള ലാഭമൊന്നും പാവപ്പെട്ട യഥാർത്ഥ കൃഷിക്കാർക്ക് ലഭിക്കാൻ ഇടവരാതെ വന്നു. അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമായി. അപ്പോൾ ഇതൊക്കെയാണ് ആഫ്രിക്കൻ വുമൺ അവരുടെ ബേസിക് നീഡ്സ്, ആ ആവശ്യങ്ങൾ നേടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യം. കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് വന്നപ്പോൾ അവരുടെ ബയോഡൈവേഴ്സിറ്റി നശിച്ചു. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷൻ നിന്നു, അവർ ഇൻകം കുറഞ്ഞു. അതുമാത്രമല്ല കുത്തക കമ്പനിക്കാർ പിന്നെ കൃഷി ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് കാര്യമായിട്ടുള്ള ലാഭമൊന്നും കർഷകർക്ക് ലഭിക്കാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ചർച്ച ചെയ്യേണ്ടതായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഉത്തരം നമ്മൾ ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ ഉത്തരം ഞാൻ ലൈൻ ബൈ ലൈനായിട്ട് ഇംഗ്ലീഷിൽ റൈറ്റ് ചെയ്യാം. ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എഴുതിയെടുക്കുക. ദ ആഫ്രിക്കൻ വുമൺ, ഉത്തരമാണ് പറയുന്നത് കേട്ടോ, ആൻസർ എന്ന് പറഞ്ഞിട്ട് നോട്ടിൽ എഴുതി വെച്ചോളൂ. ദ ആഫ്രിക്കൻ വുമൺ ഫെയിൽ ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ് ബിക്കോസ് ഓഫ് ദ ഡീഗ്രഡേഷൻ ഓഫ് ദെയർ ഇമ്മീഡിയറ്റ് environment and the introduction of commercial farming, replacing the growing of household crops. Now ആ സെൻറ്റൻസ് ഒരിക്കലും ആവർത്തിക്കാം. The African woman failed to meet their basic needs because of the degradation of their immediate environment and the introduction of commercial farming, replacing the growing of household crops. ആ സെൻറ്റൻസിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. അടുത്ത സെൻറ്റൻസ് ഞാൻ പറഞ്ഞത് തന്നെയാണ്, ചർച്ച ചെയ്ത് തന്നെയാണ്. അടുത്ത സെൻറ്റൻസ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രേഡേഴ്സായി പിന്നെ ഈ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളുടെ വില നിശ്ചയിക്കുന്നവരായി മാറി. അപ്പോൾ അതിന് ഫലമായിട്ട് കർഷകർക്ക് കാര്യമുള്ള ലാഭമൊന്നുമില്ല. ഇൻ്റർനാഷണൽ ട്രേഡേഴ്സിന് ഒരുപാട് മാർജിൻ അവരുടെ പ്രോഫിറ്റിലേക്ക് പോയി. അപ്പോൾ അത് വളരെയധികം ഭയങ്കരമായിട്ട് ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിനെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഈ കൃഷിക്കാരെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പോൾ നമുക്കത് എഴുതി വയ്ക്കാം. ഇൻ്റർനാഷണൽ ട്രേഡേഴ്സ് കൺട്രോൾഡ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡ്യൂസ് ബൈ ഫാർമേഴ്സ് ആൻഡ് സോ ദേ കുഡ് നോട്ട് ഗെറ്റ് എ റീസണബിൾ ആൻഡ് ജസ്റ്റ് ഇൻകം. ഒരിക്കലും ആ സെൻറ്റൻസ് ആവർത്തിക്കാം. ഇൻ്റർനാഷണൽ ട്രേഡേഴ്സ് controlled the prices of the produce by the farmers and they could not get reasonable and just income.
അപ്പോൾ നമ്മളങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബോർഡിൽ ഇപ്പോൾ ഞാൻ എഴുതിയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ദ ട്രീ ബിക്കം എ സിമ്പിൾ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ? ചോദ്യം കൂടി ആവർത്തിക്കാം. ഹൗ ഡസ് ദ ട്രീ ബിക്കം എ സിമ്പിൾ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ? ചോദ്യത്തിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് മരം സമാധാനത്തിൻ്റെയും പ്രശ്നപരിഹാരത്തിൻ്റെയും ചിഹ്നമാകുന്നത് എന്നാണ് ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം, ഈ ആഫ്രിക്കൻ ട്രൈബുകളിൽ കിക്യു എന്ന് പറയുന്ന ട്രൈബിൽ ആ ട്രൈബ് മറ്റു ട്രൈബുകളായിട്ടൊക്കെ എന്തെങ്കിലും തർക്ക വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ട്രൈബിലെ എൽഡേഴ്സ്, അതായത് മുതിർന്നവർ, തിഗ്ഗി എന്നു പേരുള്ള മരത്തിൻ്റെ കമ്പ് എടുത്ത് ആ ഡിസ്പ്യൂട്ടുള്ള വ്യക്തികളുടെ ഇടയിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ ആ രണ്ട് ട്രൈബുകളുടെ ഇടയിൽ വെക്കുമ്പോൾ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മരത്തിൻ്റെ ആ അടയാളത്തിന് വളരെയധികം വാല്യൂ ആഫ്രിക്കൻ ട്രൈബിലെ വ്യക്തികൾക്ക് ഉണ്ടായിരുന്നു, അവർ കൊടുത്തിരുന്നു എന്നാണ് അതിൻ്റെ ഒരു സൂചന. തൽഫലമായിട്ടാണ് മരം അവർക്ക് സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ പ്രശ്നപരിഹാരത്തിൻ്റെയും ഒരു ചിഹ്നമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഉത്തരത്തിൽ എഴുതി വയ്ക്കാം. ഞാൻ ഉത്തരം ഇംഗ്ലീഷിൽ ലൈൻ ബൈ ലൈനായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാം. പാനെടുത്ത് എഴുതിക്കോളൂ. The tree becomes a symbol for peace and conflict resolution because using trees was a symbol of peace. Full stop. It was in keeping with a popular African tradition. Full stop. Next line. The elders of Kikuyu carried a staff from the Tiggi tree. Bracket a huge shady tree native to Africa. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോളൂ. ഞാൻ സെൻറ്റൻസ് ബ്രാക്കറ്റിൽ ഒന്നുകൂടി ആവർത്തിക്കാം. എ ഹ്യൂജ് ഷെയ്ഡി ട്രീ കോമേറ്റഡ് നേറ്റീവ് ടു ആഫ്രിക്ക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോളൂ. അടുത്ത സെൻറ്റൻസ്, വെൻ ദേ പ്ലേസ്ഡ് ദ സ്റ്റാഫ് ബിറ്റ്വീൻ. സ്റ്റാഫ് എന്ന് വെച്ചാൽ വടിയെന്ന് എടുത്തട്ടാ. സെൻറ്റൻസ് ഒരിക്കലും ആവർത്തിക്കാം. വെൻ ദേ പ്ലേസ്ഡ് ദ സ്റ്റാഫ് ബിറ്റ്വീൻ ടു ഡിസ്പ്യൂട്ടിംഗ് സൈഡ്സ് കോമേറ്റഡ് ദേ സ്റ്റോപ്ഡ് ഫൈറ്റിംഗ് ആൻഡ് സോട്ട് റീകോൺസിലിയേഷൻ. റീകോൺസിലിയേഷൻ സ്പെല്ലിങ് അറിയാത്തവർക്കാണ് പറയുന്നത് കേട്ടോ. RECONCILIATION. റീകോൺസിലിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുരഞ്ജനം, വഴക്കൊഴിവാക്കുന്ന അവസ്ഥ. അതായത് നമ്മൾ അനുരഞ്ജനവരാകുക, രണ്ടുപേരും ഒത്തുതീർപ്പാക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് റീകോൺസിലിയേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്ത സെൻറ്റൻസ് എഴുതിക്കോളൂ. സച്ച് പ്രാക്ടീസസ് ആർ പാർട്ട് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്. ആ സെൻറ്റൻസ് ഒരിക്കലും ആവർത്തിക്കാം. സച്ച് practices are part of cultural heritage. Full stop. They contribute to conserve habitats and peace. They contribute to conserve habitats and peace. അപ്പോൾ നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞു. 4 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞു. ഇനി 4 ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് തരണമെന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്കത് ആൻസർ ചെയ്യാം. അപ്പോൾ ടിൽ ദെൻ സ്റ്റേ സേഫ്. താങ്ക് യു.